റെന ഫാത്തിമ വീട്ടിനകത്ത് കയറിയപ്പോൾ ഞാൻ കരുതി കുറച്ച് പക്വതയൊക്കെ കാണിച്ച് മസ്താനിയൊക്കെ ഇരിക്കുന്ന പോലെ ഒന്ന് നൈസായിട്ടിരിക്കും എന്ന് ഞാൻ കരുതി. കാരണം വെച്ചാൽ റെന ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയതിനു ശേഷം അവർ ഈ പറയുന്ന കണക്ക് വലിയ ഗോസിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ബിഗ് ബോസിന് ആരുടെയെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ റെന പോയിട്ടില്ല. അങ്ങനെയുള്ള റെനയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പം ഞാൻ കരുതി ഓക്കെ, ഈ റീ എൻട്രി വരുമ്പം റെനെ എങ്കിലും നമുക്ക് സഹിക്കണ്ടല്ലോ എന്ന് കരുതി. പക്ഷെ ഇപ്പൊ വീണ്ടും അനുമോളെ കുറിച്ചൊരു പുതിയ ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ലീഡായിട്ട് നിൽക്കുന്നത് റെനയാണ്. റെനയുടെ ഒരു യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് പുറത്ത് എന്തായിരിക്കും പുതിയ ഒരു കമന്റ്സും പുതിയ സോഷ്യൽ മീഡിയ ചർച്ചകളും എന്ന ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. സത്യം പറയാലോ, ഇപ്പൊ അനുമോളെ കുറിച്ച് പറയുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 100% സത്യമാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സംഭവം എന്ന് വെച്ചാൽ ആദിലയ്ക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് പറയാണ് അനുമോളുടെ ആ ഒരു സിറ്റുവേഷനിൽ. അതായത് അവിടെ അന്ന് ആ ഒരു ഷാരികയും ആദില നൂറ ഇവർ മൂന്നുപേരും തമ്മിൽ ഭയങ്കര അടി നടക്കുന്ന സമയത്ത് സരികയും എല്ലാവരും കടന്ന് ആ ഡൈനിങ് ഹാളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. അനുമോളായിരുന്നു അന്ന് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അനുമോൾ കുക്ക് ചെയ്ത ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കിടന്ന് അടി ഉണ്ടാക്കുന്നത്. അപ്പൊ അനുമോൾ നൈസായിട്ട് ആദിലയെടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഫുഡിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അനുമോൾ പോകുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് ആദില ഇങ്ങനെ ഇതെന്തുവാ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആദില ഈ കാര്യം അവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് ആദില പറയാണ് അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് പയർ തോരനെടുത്ത് എറിഞ്ഞ ആളാണ് എന്നും പറഞ്ഞിട്ട് അനുമോളെ കുറ്റം പറയുകയാണ്. ഇത് കേട്ടിട്ട് റെന പറയുന്നുണ്ട് എപ്പോ ആര് അനുമോളുമായിട്ട് വഴക്കടിക്കുന്നോ ഫൈറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ അവരൊക്കെയാണ് എവിക്റ്റ് ആയി പോയിട്ടുള്ളത്. അപ്പൊ അനുമോളുമായിട്ട് ഫൈറ്റ് ചെയ്തവരൊക്കെ എവിക്റ്റ് ആകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷാരിക എങ്ങാണ്ട് പറയുന്നുണ്ട് ഈ പുറത്തെ കാര്യം പറയരുത്, മിണ്ടാതിരിക്കുന്നു പറയുന്നു. അപ്പോൾ റെന വീണ്ടും പറയുന്നുണ്ട് ഇത് ഇവിടുത്തെ കാര്യമാണല്ലോ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇവിടെ ആരൊക്കെ അനുമോളുടെ തടി ഉണ്ടാക്കിയിട്ടുണ്ടോ അവരൊക്കെ എവിക്റ്റ് ആയി പോയിട്ടുണ്ട്, എവിക്റ്റ് ആയി പോയിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് റെന അടുത്ത ഒരു കാര്യം പറയാണ്. റെനയുടെ പ്രഡിക്ഷൻസും റെനയുടെ ഗസ്സും പുതിയ ഒരു സോഷ്യൽ മീഡിയ ചർച്ചകളും ഒക്കെ റെന അവിടെ ഇരുന്ന് പ്രഡിക്റ്റ് ചെയ്യാണ്. അതായത് ഇപ്പം ഇവിടെ എല്ലാവരും തിരിച്ചു കയറി. ശൈത്യയായിരുന്നു ആദ്യത്തെ കട്ടപ്പ. ഇപ്പം ശൈത്യ അതിനുശേഷം കട്ടപ്പ പാർട്ട് 2 ആദില ആയിരിക്കും. അത് ആദില തന്നെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ഞാനാണ് ഇനി അടുത്ത പാർട്ട് 2 കട്ടപ്പ, അത് ഞാനായിരിക്കും, എന്റെ പേര് വെച്ചിട്ടായിരിക്കും, അങ്ങനെയായിരിക്കും ഇപ്പൊ തമ്പൊക്കെ പോകുന്നത്. ഇത് റെന അവിടെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ശരിയാണല്ലേ, അത് തന്നെ നടന്നു അല്ലേ. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ അത് റെന കറക്റ്റായിട്ട് പറയുന്നൊരു കാര്യം, നമ്മൾ ഇപ്പൊ ഈ ഇരുന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോ പുറത്തു പോകണം എന്നില്ല. പകരം അനുമോൾക്കെതിരെ പറയുന്ന പല കാര്യങ്ങളും അനുമോളിന്റെ PR വേണ്ട രീതിയിൽ എടുത്ത് പബ്ലിക്കിൽ കാണിക്കും. അപ്പൊ ആളുകൾ കാണേണ്ടത് മാത്രമേ കാണൂ. അതായത് അനുമോളെ വെളുപ്പിക്കുന്നതോ അനുമോൾക്ക് നല്ലത് സംഭവിക്കുന്നതോ ഒക്കെ മാത്രമേ ഈ പറയുന്ന ആളുകൾ കാണത്തുള്ളൂ. ആളുകൾക്ക് നമ്മൾ ഇങ്ങനെയാണെന്ന് പറയുന്നതൊന്നും അവർക്ക് കാണണ്ട. അവർ അനുമോളെ കുറിച്ചുള്ള പോസിറ്റീവ് മാത്രമേ കാണാറുള്ളൂ. അത് മാത്രമേ അനുമോളിന്റെ PR എടുത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇടാറുള്ളൂ. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ PR തന്നെയാണ്. പക്ഷേ എപ്പിസോഡ് എല്ലാവരും കാണുന്നതാണ്. അത് അനുമോളുടെ PR അല്ലല്ലോ ഇടുന്നത്. അപ്പൊ എപ്പിസോഡിൽ ഇവർ ഈ പറയുന്നത് ഉൾപ്പെടെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന ലൈവ് നമ്മൾ കാണുന്നുണ്ട്. ഈ പറയുന്ന PR കാണുന്നു അത് മാത്രം കട്ട് ചെയ്തു എന്നല്ലേ നമ്മൾ പറയുന്നത്. കറക്റ്റായിട്ട് നമ്മളിരുന്ന് പറയുന്നത് ഇപ്പൊ ഇവരിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മളിത് കേട്ടിട്ടാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതവിടെ പറയുന്നുണ്ട് റെന. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഷാരിക ഇരുന്ന് പറയുന്ന ഒരു ഉഗ്രൻ കാര്യമുണ്ട്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അനുമോളുടെ ഒരു ക്യാരക്ടറിലുള്ള ഒരു രീതിയാണ്. ഞാൻ ഓൾറെഡി പറയാറുണ്ട് അനുമോളുടെ ക്യാരക്ടറിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അപ്പൊ അനുമോൾ എന്ത് പറയുന്നോ അത് കേട്ട് പഞ്ചപുച്ഛം അടക്കി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ, അതായത് അനുമോളുടെ ഒരു അടിമയായിട്ട്, അത് ഷാരിക പറയുന്ന ഒരു വാക്കാണ്. അതായത് അനുമോൾ എന്ത് പറഞ്ഞാലും നമ്മൾ അതനുസരിച്ച് അങ്ങനെ നിൽക്കാൻ പറ്റുമോ നമുക്ക് എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ എല്ലാവരെയും അങ്ങനെയാണ്. ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ വരുവാണെങ്കിൽ അനുമോള് ആരടുത്തെങ്കിലും എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ, അപ്പൊ നൂറയും പറയുന്ന ഒരു കാര്യമാണ്, അതിനെ ആരും കുറ്റം പറയുന്നത് അനുമോൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ കുറ്റം പറഞ്ഞാൽ അനുമോൾ അത് കേട്ടോണ്ടിങ്ങനെ ഇരിക്കും, എന്നിട്ട് അതങ്ങ് കളയും. പക്ഷെ ഒരിക്കലും അനുമോൾ അത് ഉൾക്കൊള്ളത്തില്ല. അല്ലെങ്കിൽ അത് കേട്ടിട്ട് പോയി സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു കാര്യത്തിനാണ്. അത് ബിൻസിയുടെയും അപ്പാനിയുടെയും കേസിൽ മാത്രമാണ് അനുമോൾ പോയി സോറി പറഞ്ഞത്. അത് ആ നിമിഷം തന്നെ പോയി സോറി പറഞ്ഞ് അത് ശൈത്യ അത് വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാ അങ്ങനെ അന്ന് ആ ഒരു സീൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശൈത്യ പോയി വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാ അപ്പാനിയുടെയും ഇതിന്റെയും വലിച്ചിട്ടത്, ഇവിടുന്ന് എവിക്റ്റ് ആയി പോയ ഒരാളുടെ പേരെന്തിനാ വലിച്ചിട്ടത് എന്നൊക്കെ ശൈത്യ പോയി ചോദിക്കുന്നുണ്ട്. അപ്പം ഉടനെ അനുമോൾ പറയുന്നുണ്ട് എടി എനിക്കത് അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ അത്രയും ദേഷ്യം വന്ന് നിന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു സ്വഭാവം സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ല, ആ സ്വഭാവം എടുക്കരുത് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് അനുമോള്.
ആ സമയത്ത് ആ ഒരു ടൈമിൽ അനുമോൾ ശരിക്കും പറഞ്ഞ ആരോട് ഉള്ള ദേഷ്യത്തിനാണെങ്കിലും ഇങ്ങനെയുള്ളതെല്ലാം വായി വരുന്നതൊക്കെ വിളിച്ചു പറയുമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു അനുമോള് ആദ്യത്തെ ഒരു ടൈമിൽ നിന്നൊക്കെ ഇപ്പൊ കുറെ അധികം മാറിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയത്, മറ്റുള്ളവർ പറയുന്നതിനെ ഒബ്സർവ് ചെയ്ത് അതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അവര് പറയട്ടെ, അവര് പറഞ്ഞു തീർക്കട്ടെ. എനിക്ക് തോന്നുന്നു അത് അനുമോൾക്ക് ആ ഒരു കപ്പാസിറ്റി ഇപ്പോഴാണ് കിട്ടിയത്. അല്ലെങ്കിൽ അനുമോൾ ആ പറഞ്ഞ നെഗറ്റീവ് ക്വാളിറ്റി, നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടല്ലോ, അതായത് ഈ ആദിലയ്ക്കും നൂറയ്ക്കും ഷൈറ്റിക്കും ഒക്കെ ഉണ്ട്, ദേഷ്യം വരുമ്പോൾ നമ്മളെ നോവിക്കാൻ വേണ്ടിയിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത്. ഇതേ സെയിം സ്വഭാവം അനുമോൾ കാണിച്ചിട്ടുണ്ട്. അനുമോൾ ഒരു എനിക്ക് തോന്നുന്നു 50 ദിവസത്തോളം ബിഗ് ബോസിനകത്ത് അനുമോൾ നിന്നപ്പോൾ അനുമോൾ ഇതേ കണക്ക് റെനെ എടുത്ത് പറയുന്നുണ്ട്. റെനെ അങ്ങോട്ട് ചൊറിഞ്ഞിട്ടാണ്, റെനയാണ് ശരിക്കും പറഞ്ഞാൽ അനുമോളെ ചൊറിയാൻ പോയത്. പക്ഷെ അപ്പോഴൊക്കെ അനുമോളും ഇതേ കണക്ക് തിരിച്ചു പറയുന്നുണ്ട്. ഒരേ വേവ് ലെങ്തിൽ തന്നെയാണ് അവർ രണ്ടുപേരും കൊണ്ടുപോയത്. എന്നിട്ട് ഞാൻ നിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, നിന്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെയായിരിക്കും നിന്നെ വളർത്തി വിട്ടിരിക്കുന്നത്, ഞാൻ അങ്ങനെയൊന്നും വളർന്നതല്ല, ഇങ്ങനെയൊക്കെ തന്നെ അനുമോളും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അനുമോള് മുമ്പത്തതിനേക്കാൾ ഭയങ്കരമായിട്ടും വാക്കുകൾ സൂക്ഷിക്കുന്നുണ്ട്, ഒരുപാടൊന്നും വിളിച്ചു പറയുന്നില്ല, അവരെന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് അനുമോള് സൂപ്പറാണ്. അത് അനുമോളുടെ ഒരു ഗെയിം ആയിരിക്കാം, സ്ട്രാറ്റജി ആയിരിക്കാം, ഇനി ഇതൊന്നും അല്ല, ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോയതായിരിക്കാം. പക്ഷെ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ അനുമോളുടെ ഗ്രാഫ് ഉയരുന്നതിന്റെ റീസൺ കറക്റ്റ് ആയിട്ട് ഇതാണ്. അപ്പൊ എന്തായാലും ശരി, നിങ്ങൾ ലൈവ് കാണുന്നുണ്ടോ? എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ അവരുടെ ആ ഒരു സംസാരം കേട്ടിരുന്നിട്ട് ഭ്രാന്ത് പിടിച്ചു. ഇവർ എന്തൊക്കെയായിരുന്നു പറയുന്നത്? അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമില്ലാതെ സരികയും റെന ഫാത്തിമയോടെ മുടിഞ്ഞ അടിയായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ അടിയാണ് ഇന്നത്തെ ദിവസത്തെ. അവരത് ഇപ്പൊ അങ്ങോട്ട് തീർത്തതേ ഉള്ളൂ. അതൊക്കെ കണ്ട് കിളി പോയി. ശരി, എന്നാലും നിങ്ങൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ റിവ്യൂസിനകത്തും നിങ്ങളുടെ എതിർപ്പുകളോ അഭിപ്രായങ്ങളോ ഒക്കെ കമന്റ് ചെയ്യുക. സീരിയൽ കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ ബൈ.